എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു പ്രത്യേക ചടങ്ങാണ്. ആറ്റിങ്ങൽ പാർലമെന്റിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാളെ രാവിലെ നോമിനേഷൻ നൽകുകയാണ്. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കളക്ടറേറ്റിൽ ADMന്റെ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ADMന്റെ മുൻപാകെ നാളെ 11 മണിക്ക് നാമനിർദ്ദേശം നൽകുകയാണ്. അദ്ദേഹത്തിന് അവിടെ കെട്ടിവെക്കാനുള്ള തുക നൽകുന്നത് യുക്രൈനിൽ നിന്ന് തിരിച്ചുവന്ന് ജീവിതത്തിലേക്കും തിരിച്ചുവന്ന വിദ്യാർത്ഥിനികളാണ് നൽകുന്നത്. വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലുണ്ടായത്. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും ശ്രീ വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ നടത്തിയ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലും കാരണം ഒരു ദിവസം യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടന്നു. ഇന്ത്യയുടെ വിദേശകാര്യ ചരിത്രത്തിൽ സുവർണാലേഖനം ചെയ്യപ്പെടേണ്ട ആ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിജിയും അതോടൊപ്പം തന്നെ ശ്രീ വി മുരളീധരൻ ആ പരിശ്രമം നടത്തിയതിലൂടെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയാണ് നാട്ടിലെത്തിക്കാൻ സാധിച്ചത്, സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചത്. ഇന്ന് അവരുടെ വിദ്യാഭ്യാസവും പൂർത്തിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ആ വിദ്യാർത്ഥിനികൾ സ്വയം അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അവർ സ്വരൂപിച്ച പൈസ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഡെപ്പോസിറ്റ് തുക അദ്ദേഹത്തിന് സമർപ്പിക്കാൻ അവർ തന്നെ നിശ്ചയിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സായി ശ്രുതി ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സൗരവ്, 2 വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവിടെ സന്നിഹിതരാണ്. എന്തായാലും മനുഷ്യത്വത്തിന്റെയും രാജ്യത്തിന്റെ ഒരു നയതന്ത്ര രംഗത്തിന്റെയും ഒരു വലിയൊരു ചരിത്രം എഴുതിയ അതിന്റെ പ്രതീകമെന്നതിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രുതിയെയും സൗരവിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് ശ്രുതി 2 വാക്ക് സംസാരിക്കും. അതിനുശേഷം അത് കൈമാറും. നമസ്കാരം, എൻ്റെ പേര് സായി ശ്രുതി. ഞാൻ യുക്രൈനിൽ ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോഴാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മൾ ഷെല്ലിങ്ങിൻ്റെ ഇടയിലും വാറിൻ്റെ ഇടയിലും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് ഇവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് PM മോദിജിയും മിനിസ്റ്റർ വി മുരളീധരൻ സാറും കൂടി എടുത്ത എഫേർട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്തൊരു എഫേർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ടോക്കൺ റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ ഞങ്ങൾ കുറച്ച് എമൗണ്ട് കളക്ട് ചെയ്തു ഓൺലൈനായിട്ട് പാരൻസും സ്റ്റുഡൻസും ഉള്ള ഗ്രൂപ്പിൽ. അപ്പോൾ അത് ഞങ്ങൾ സാർ ഇപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് ഇലക്ഷൻ നിൽക്കുന്ന സ്ഥിതിക്ക് സാറിൻ്റെ ഡെപ്പോസിറ്റ് തുക എന്നുള്ള രീതിയിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനെ കളക്ട് ചെയ്ത ഒരു 25,000 രൂപീസാണ് സാറിന് ഇപ്പോൾ കൈമാറാനുള്ളത്.
യുക്രൈനിലെ ബുക്കൂരിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. യുദ്ധം നടക്കുമ്പോൾ ഞാൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് ശ്രുതി പറഞ്ഞ പോലെ മോദിജിയുടെ ശ്രീ മുരുകൻ സാറിനെ സഹായം കൂടാതെ ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്താൻ. അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി പറയുന്നു. പിന്നെ ശ്രുതി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്റ്റുഡൻസും പാരൻസും ഉള്ള ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിച്ച് ഒരു ചെറിയൊരു ടോക്കൺ എമൗണ്ട് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്തിരുന്നു. അപ്പം അത് കൊടുക്കുന്നത് നമുക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. താങ്ക് യു. തുക കൈമാറുന്നതിലേക്ക് രണ്ടുപേരിക്കുന്നതോടൊപ്പം തന്നെ പേരൻസും ഭാഗത്തേക്ക് വരണം. മറത്തരാമേ എടുത്തിട്ട് മറത്തരാമേ ഇവിടെ നോക്കാം. സുരേഷ് രണ്ടുപേരും ഇങ്ങനെ പറയാം. ആ പുറകിലേക്ക് ഇന്ന് കുറച്ച് പുറകെ കഴിഞ്ഞ 5 വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ അംഗമായി പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകിയിട്ടുള്ള ദൗത്യം വിദേശത്ത് അകപ്പെട്ട വിദേശത്ത് ദുർഘട സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ്. വന്ദേ ഭാരതിൽ നിന്നാണ് അത് ആരംഭിച്ചത്. 2020 മാർച്ച് മാസം 20-ാം തീയതി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ നേരിട്ടത്. അവിടെ നിന്ന് വന്ദേ ഭാരതിൽ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യം യുക്രൈനിലെ വിദ്യാർത്ഥികൾ പ്രധാനമായി 22,000-ഓളം പേരെയാണ് യുക്രൈൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഏതാണ്ട് 3000-ഓളം മലയാളികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം ഓപ്പറേഷൻ കാവേരി, ഇറാനിൽ കുടുങ്ങിപ്പോയ നമ്മുടെ അഞ്ചുതെങ്ങിലെയും അതേപോലെ പൊഴിയൂരിലെയും കന്യാകുമാരിയിലുമൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ, ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിച്ച ഇന്ത്യൻ നാവികർ, അങ്ങനെയുള്ള ഒരു നിരവധി ദൗത്യങ്ങൾ, ആ ദൗത്യങ്ങൾ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വവും ഡോക്ടർ ജയശങ്കർജിയുടെ മാർഗനിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ പൗരന്മാർ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു തരത്തിലുള്ള ദുർഘട സാഹചര്യങ്ങളിലും അവരകപ്പെട്ടാൽ അവരെ തിരികെ എത്തിക്കുക, സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വളരെ ശുഷ്കാന്തിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള ദൗത്യങ്ങളാണ്. ബ്രിങ്ങിങ് ബാക്ക് എവരി ഇന്ത്യൻ സേഫ് ആൻഡ് സെക്യൂർ, അതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വിദേശകാര്യ വകുപ്പിന്റെ ദൗത്യവും ലക്ഷ്യവും. വാസ്തവത്തിൽ യുക്രൈനിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ
ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒഴിപ്പിക്കലിനേക്കാൾ എത്രയോ ദുർഘടമായിരുന്നു അവസാന ഘട്ടത്തിലെ ഖാർക്കീവിൽ നിന്നും സുമിയിൽ നിന്നും ഉള്ള ഒഴിപ്പിക്കൽ. യുക്രൈന്റെ കിഴക്കൻ ഭാഗത്തുള്ള ഈ 2 പട്ടണങ്ങളിൽ നിന്ന് 24 മണിക്കൂറിനകം ഖാർക്കീവ് വിടണം എന്നുള്ള അവിടുത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേന നൽകിയ അന്ത്യശാസനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 1600 കിലോമീറ്റർ ദൂരം കരമാർഗം സഞ്ചരിച്ച് ഇവരെ എല്ലാവരെയും, കുട്ടികളെ മുഴുവൻ റുമാനിയയുടെയും ബൾഗേറിയയുടെയും പോളണ്ടിന്റെയും അതിർത്തികളിലേക്ക് എത്തിക്കുക. യുക്രൈന്റെ കിഴക്കൻ ഭാഗത്ത് നിന്ന് യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിനിടയിലൂടെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിജിയുടെ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന അദ്ദേഹത്തിന്റെ ദൃഢമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, നയതന്ത്ര ബന്ധങ്ങൾ അതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടു വന്ന മുഴുവൻ ആൾക്കാരും പ്രധാനമന്ത്രി മോദിജിയോട് ഏറ്റവും കൃതജ്ഞതയുള്ളവരാണ് എന്നെനിക്ക് സംശയമില്ല. അതേപോലെയാണ് സുഡാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. സുഡാനിൽ നിന്ന് നൈറ്റ് ലാൻഡിംഗ് ഇല്ലാത്ത സാഹചര്യത്തിൽ, നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് തീപ്പന്തങ്ങൾ കത്തിച്ചു വെച്ചാണ് അവിടെ കാത്തുനിന്ന ആളുകളെ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആളുകളെ ലാൻഡ് ചെയ്ത് അവരെ പിക്കപ്പ് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മുഴുവൻ ആളുകളെയും തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ഇവാക്യുവേഷനാണ്. വിദേശകാര്യ വകുപ്പിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഡൽഹിയിൽ 24/7 റൗണ്ട് ദി ക്ലോക്ക് പ്രവർത്തിക്കുന്ന നമ്മുടെ ഓപ്പറേഷൻ റൂം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള 24/7 കൺട്രോൾ റൂം, ആ കൺട്രോൾ റൂമിൽ പ്രവർത്തിച്ച വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ യുക്രൈനിൽ ഈ ദൌത്യത്തിന് നേരിട്ട് അവിടെ പോയി നേതൃത്വം നൽകാനായിട്ട് ഡൽഹിയിൽ നിന്ന് റഷ്യൻ ഭാഷ അറിയുന്ന മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ അടക്കം നിയോഗിച്ചുകൊണ്ട് അവരാ ജീവൻ പോലും അതുപോലും അങ്ങനെ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിൽ പോലും അവിടെ പോയി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൌത്യത്തിൽ പങ്കാളിയാകാനുള്ള സന്തോഷമാണ്. തീർച്ചയായിട്ടും ഈ ദൌത്യം ഇത്രയധികം ആളുകളെ രക്ഷപ്പെടുത്താൻ, ഇത്രയധികം കുടുംബങ്ങളെ അവർക്ക് ആശ്വാസമെത്തിക്കാൻ ഈ ഗവൺമെന്റ് യുക്രൈന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിരവധി അച്ഛനമ്മമാർ എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു. ഞാൻ അവരുമായിട്ട് ഓൺലൈനിൽ പലതവണ സംസാരിച്ചു. അവരോട് കുട്ടികളുടെ വിഷമത്തെക്കാൾ കൂടുതൽ രക്ഷിതാക്കളെ സമാധാനിപ്പിക്കലായിരുന്നു ഏറ്റവും വലിയ വിഷമം. കാരണം കുട്ടികൾ അവിടെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ട് ഫീൽഡിലും നേരിടുമ്പോഴും രക്ഷിതാക്കൾക്ക് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആശങ്കയിൽ അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വിഷമായിരുന്നു. അവർക്കൊക്കെ ഒരു തരത്തിൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. ഈ തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുള്ള ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എന്നെ പിന്തുണയ്ക്കാനായിട്ട് എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളോടും ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ലാത്തവരുൾപ്പെടെയുള്ള ആളുകളോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും റഷ്യയില് മലയാളികളായിട്ടുള്ള 4 പേരാണ് ഇപ്പോ അകപ്പെട്ടതായിട്ട് നമ്മുടെ കയ്യിലുള്ള വിവരം. അതിൽ 2 പേർ ഇന്ത്യൻ എംബസിയിൽ മോസ്കോയിൽ സുരക്ഷിതരാണ്. മറ്റു 2 പേരെ തിരികെ എത്തിക്കാൻ വേണ്ടി റഷ്യൻ പ്രതിരോധ സേന വഴിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ
അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു സംഘർഷ പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ റഷ്യൻ അധികൃതരുടെ മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ ഘട്ടത്തിലും എനിക്കുള്ളത്. ചെറിയൊരു വിഷയമല്ല, അതായത് യുദ്ധമുഖത്തേക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ പല മേഖലകളിൽ നിന്ന് ആളുകളെങ്കിലും കൊണ്ടുപോകുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എത്രമാത്രമാണെന്നുള്ളതാണ് സംശയം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഉള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ അതിന്റെ അന്വേഷണം നടത്തുന്നു. ചില ആളുകളെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അതിൽ കൂടുതൽ വെളിപ്പെടുത്തുന്നതും ഉചിതമായിരിക്കും. സംഘർഷ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് യൂണിയൻ മിനിസ്ട്രിയുടെ ഇന്ത്യ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ യുക്രൈനിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചു. അവരാരും MBBS പൂർത്തിയാക്കിയവരല്ല, ഏറെ പേരും. അവർ 3ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, 4ാം വർഷ വിദ്യാർത്ഥികളുണ്ട്, 2ാം വർഷ വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് അവരുടെ തുടർ പഠനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാൻ പറ്റുക? അതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മറ്റേ കാര്യം, ഇന്ന് ഈ ദുഃഖവിളി പ്രസംഗത്തിൽ ലത്തീൻ അതിരൂപത ഈ മണിപ്പൂർ സംഭവവുമായി ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നിട്ടുള്ള ഈ അതിക്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് അത്തരം അന്ധകാര ശക്തികൾക്കെതിരെ വിധി എഴുതാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന് പറയുന്നത്. അപ്പം സഭാ നേതൃത്വം ഇപ്പോഴും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കതങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ ഓരോ സഭാ നേതാക്കന്മാർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ആ വംശീയമായിട്ടുള്ള പ്രശ്നത്തെ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. അപ്പോഴേ എനിക്ക് ആധികാരികമായിട്ട് അതിന് മറുപടി പറയും. ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക തുടങ്ങി ഈസ്റ്റർത്തിന് നയതന്ത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നയതന്ത്രമൊക്കെ പാളിയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്? അതെ, എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചാൽ പ്രസംഗം കേൾക്കാതെ എനിക്ക് എങ്ങനെ പറയും? ഈ CAA ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം ഇന്ന് ഈ വെള്ളിയാഴ്ച പറഞ്ഞത്. ഈ പ്രസംഗം മുഴുവൻ കേട്ടാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എന്നോട് ഉദ്ധരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ധരണിക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അവരുടെ സന്ദേശങ്ങളൊക്കെ അവരിങ്ങനെ ആവർത്തിച്ച് പള്ളികളിൽ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതേ ഈ കാര്യം നിങ്ങൾ പറയാണ്. അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ സന്ദേശം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മറുപടി പറയാൻ പരിമിതി ഉണ്ടല്ലോ, എനിക്ക് അറിയില്ലല്ലോ. അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട്, നിങ്ങളിപ്പോ അവര് പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. BJP നേതാക്കളോട് അവർ നേരിട്ട് പറയുന്നില്ലെങ്കിലും വിശ്വാസികളോട് അവർ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് നിങ്ങൾ പറയാണെന്ന് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാക്കണം.